ചോദിച്ചാൽ സത്യം പറയണം. എവിടെ സകല ചെറ്റത്തരങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നിങ്ങളുടെ കോളനിയിലെ നേതാക്കന്മാര്? ആ മുഷ്താഖൊക്കെ എവിടെയെന്നാ ചോദിച്ചത്? ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് അവരെ പറ്റി യാതൊരു അറിവില്ല. അറിവില്ലെങ്കിൽ വേണ്ട. രാമു വാ. നിങ്ങൾ ചോദിച്ചില്ലേ? ആ ദുഷ്ടന്മാരൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. മോളെ നീ വേണ്ട, ആ സത്യം പറഞ്ഞ കൊന്നുകളിന്ന് പേടിച്ചിട്ടല്ലേ. അങ്ങനെ ചാവാണെങ്കിൽ ചാവട്ടെ. നാളെ ഇവരെ പോലെ മാനം വിറ്റ് ജീവിക്കുന്നതിലും ഭേദം ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്ത് മരിക്കുന്നതാ. സത്യം ഞാൻ പറയണേ, അവരൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. കേറി പൊക്കടാ സകല നായന്റെ മക്കളെ. വേണ്ട, കച്ചറയ്ക്ക് നിക്കല്ലേ. ഇത് ദസറ കോളനിയാ, ഇങ്ങോട്ട് കളി വേണ്ട. ഇത് ഞങ്ങളുടെ കോളനിയുടെ പ്രശ്ന. ഇതുപോലുള്ള കുറെ കോളനികൾ കൂടിയിട്ടാണ് പോയ ഒരു കോഴിക്കോട്ട് അങ്ങാടി ഉണ്ടാവുന്നത്. അപ്പൊ ഇത് കോളനിയുടെ മാത്രം പ്രശ്നമല്ല, കോഴിക്കോട്ട് അങ്ങാടിന്റെ പ്രശ്നം. അതിൽ നമ്മൾ ഇടപെടും കൂടെ. കാരണം നമ്മളും കോഴിക്കോട്ട് അങ്ങാടി മാറ്. അഞ്ചാം കെട്ടിലുണ്ടായ അറാത്ത് മുഷ്താഖ്, നീ ഉണ്ണിശങ്കരനും ഈ കള്ള നസ്രാണിയൊക്കെ ചേർന്ന് മതത്തിന്റെ പേരിൽ ഇവിടെ നടത്തുന്ന മതമൈത്രി തീവ്രവാദം കൊണ്ട് നാളെ ഉണ്ടാവാൻ പോകുന്ന മറ്റൊരു മാറാടും പൂന്തളയൊക്കെയാ. അങ്ങനെ വന്നാ പിന്നെ കൂറെ ഞാനൊക്കെ മീശയും പിടിച്ച് കായ വറുത്തതും പൂഞ്ചി നിന്ന് പോരയിലിരിക്കും. നമ്മളിവിടെ ഈ റോള് കളിക്കാൻ വന്നിട്ട് 10-25 കൊല്ലായി കോയ. അതിന്റെ ഇടയൊക്കെ ഒരു കളിക്കാൻ വന്നാണ്ടല്ല അള്ളാനെ കുറെ ചക്കക്കുരു ചുട്ടെടുക്കണ പോലെ ചുട്ടെടുക്കും ഞാൻ. പറയുന്നേ, എല്ലാറ്റിനെയും ചുരുട്ടിക്കൂട്ടി സ്റ്റേഷനിലേക്ക് എടുത്തോ.
അമ്മായി എന്താടാ ഈ നേരത്ത്? അമ്മായിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? ആ എന്റെ മുരുക, ഇത് ഏതാ ഈ പെണ്ണ്? ഇതും ഒരു പെണ്ണാണ്, അന്തസ്സുള്ള ഒരു പെണ്ണാണ്. അടുക്കളയിൽ ഒരു പായ പിടിച്ചു കൊടുത്തേക്ക്. ബാക്കി സങ്കട കഥകളൊക്കെ നേരവും കാലവും നോക്കി നമുക്ക് പിന്നീട് കേൾക്കാം. ചെല്ല. വാ മോളെ. ഇങ്ങനെ ഇവിടെ എത്തുന്ന കുട്ടികൾക്കൊക്കെ പറയാൻ ഇതുപോലുള്ള കഷ്ടപ്പാടിന്റെ കഥകൾ ഒരുപാടുണ്ടാകും. എന്നാലോ നമ്മുടെ കിങ്ങിണിക്കുട്ടിയുടെ കാര്യം അങ്ങനെയൊന്നും അല്ല. 10-17 കൊല്ലം മുമ്പ് ഈ മാർക്കറ്റിലെ ചവിറ്റുകൊട്ടേന്ന് ഒരു ചോര കുഞ്ഞിനെ കിട്ടിയതാ നമ്മുടെ അലിബായിക്ക്. ഇന്നിപ്പോ കളക്ടർ ആവാനുള്ള പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോവാ. അതും വലിയ വലിയ ഏമാമാരുടെ കൊച്ചുങ്ങൾ പഠിക്കുന്ന സ്ഥലത്തേക്ക്. ഒക്കെ അവിടെ ബാപ്പിയുടെ കഷ്ടപ്പാടിന്റെ ഫലമാട്ടോ. കിങ്ങിണി, അതെന്താ അങ്ങനെ ഒരു പേരിട്ട്? അയ്യോ, അതങ്ങനെ ഒരു പേരായിട്ടിട്ടൊന്നും അല്ല. നടത്തം പഠിക്കുന്ന നേരത്തെ ഈ മാർക്കറ്റിലെ തിരക്കിൽ എവിടെയെങ്കിലും പോയി കാണാതായാലോ എന്ന് പേടിച്ച് എപ്പോഴും ഒരു ഒച്ച കേൾക്കാൻ അരയിൽ ഒരു കിങ്ങിണി കെട്ടിക്കൊടുത്തതാ. അത് പിന്നെ ഒരു പേരായി, കിങ്ങിണി. പുറമേയുള്ള ആൾക്കാർ പറയാറുള്ളത് വെറുതെ വഴക്കം വെക്കാണ്ടിട്ട് നടക്കണ മനുഷ്യന്മാരാ മാർക്കറ്റിലെന്ന്. സത്യം പറഞ്ഞ ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് അത്ഭുത തോന്നുന്നത്. അങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഞാനടക്കം എല്ലാരും നല്ല മനുഷ്യത്വമുള്ളവരാ. എന്തേ മായി? ആഹാ, നീ എന്താടി ചെന്താമരെ പിന്നാമ്പറത്ത്? അല്ല, ഇവിടെ എല്ലാരും പറഞ്ഞു ഒരു ഭൂലോക സുന്ദരിയെ നമ്മുടെ ആളിവിടെ കൊണ്ടൊന്ന് ആക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ അതൊന്നും ഒന്ന് കാണണമല്ലോ. ഇപ്പൊ കണ്ട് ബോധ്യമായില്ലേ? എന്നാ എന്റെ മോളി ചെല്ല്. എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. ഞാനൊരു തമാശ പറഞ്ഞതാ കുട്ടിയെ. സംഗതി ഞാനും മൂപ്പരായിട്ട് ലേശ ഇഷ്ടത്തില. അല്ല, അതിവിടെ എല്ലാവർക്കും അറിയണ കാര്യ. ഈ അമ്മ ഇതൊന്നും പറഞ്ഞെന്നില്ലേ? അമ്മായിയെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അത് തന്നെയല്ലേ നീയും പറഞ്ഞത്. ഒന്ന് പോടി അവിടുന്ന്. എനിക്കവിടെ കടയിൽ ആളില്ല, പോയിട്ട് വരാട്ടോ. ഇതെന്താണ് കോയ, ഇങ്ങനെ ഓടിച്ചാടി ആടുന്ന് കാലം കഴിച്ചാ മതിയാ? നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? എന്താ പറഞ്ഞേ? കല്യാണം കഴിക്കണമെന്നോ? ഞാൻ എപ്പോഴാ റെഡി. എന്താണ് ഇന്ന് പിറുപിറുക്കുന്ന? അയ്യോ, ഒന്നുമില്ല. ഞാൻ കടയിലോട്ട് പോവാ. എന്നാ കടയിലോട്ട് വണ്ടി വിട്ടോ. ഈശ്വര, എന്നാണാവോ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുക? എന്താ കുന്തം? അയ്യോ, ഒന്നുമില്ല. ഞാൻ കടയിലോട്ട്. ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കാനാണല്ലോ എന്റെ യോഗം. എങ്ങനെ കുട്ടിയെ? ഇടയ്ക്കെന്റെ മൊബൈലിലേക്ക് ഒന്ന് വിളിക്കണേ. എവിടെ വിളിക്കാൻ? അമ്മായി, എന്റെ മുരുക, അയ്യോ, അമ്മായിയുടെ ഈ കിങ്ങിണിക്കുട്ടി സുന്ദരി കുട്ടിയായിട്ടാണല്ലോ വരവ്. ശരിയും കളിയൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ എത്തുമ്പോ പാതിരാത്രി ആവുകയെ മറക്കണ്ട. പറഞ്ഞ പോലെ എന്തായി നമ്മുടെ കിങ്ങിണിക്കുട്ടി കൊണ്ടുപോകാനുള്ള അമ്മായി സ്പെഷ്യലൊക്കെ? പാഴ്സൽ ചെയ്ത് കഴിഞ്ഞോ ഇന്നലെ വന്ന ചേച്ചിയെ? അതൊക്കെ എപ്പോഴേ അമ്മായി തിന്ന് തീർത്തുകയാണ്. സമീറേ, ഇതൊക്കെ എടുത്ത് വണ്ടിയിലേ. ഇന്നലെ ഇങ്ങനെ ഒരാള് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു എന്നറിഞ്ഞു. എന്താ ചേച്ചിയുടെ പേര്? ഗംഗ. എന്തായാലും പഠിച്ച് വലിയ ആളാവാൻ പോവല്ലേ മോള്? നന്നായി വരാൻ പ്രാർത്ഥിക്കാട്ടോ. എനിക്ക് ഇഷ്ടണ്ടായിട്ടൊന്നുമല്ല അവിടെ പോവാൻ. ബാപ്പിയും എല്ലാരെയും വിട്ട് ഞാൻ അവിടെ ഒറ്റയ്ക്ക്. കാണാതിരിക്കുന്നതിൽ വിഷമില്ലാഞ്ഞിട്ടല്ല, നന്നായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. മോളെ, വരാനിരിക്കുന്ന കാലത്ത് പെൺമക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാര് മാറ്റിവെക്കേണ്ടത് പൊന്നും പണമൊന്നുമല്ല, നല്ല വിദ്യാഭ്യാസ. ഞങ്ങൾക്കാർക്കും ഇല്ലാതെ പോയത് മോൾക്കുണ്ടാവണം. ഈ മാർക്കറ്റിലെ വെയിലും പൊടിയും കൊണ്ട് ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടതിന് അവസാനം എടുത്തു പറയാൻ എന്തെങ്കിലും ഒരു സമ്പാദ്യം ബാക്കി ഉണ്ടാകണ്ടേ മോളുടെ ഈ ബാപ്പിക്ക്? കൂടുതൽ സെന്റിമെന്റ്സ് ആയി പോവും. അതുകൊണ്ട് ബേജാറാക്കല്ലേ കോയ. വണ്ടി നേരെ ബാംഗ്ലൂർക്ക് വിട്ടോ. അത് കോഴിക്കോട് അങ്ങാടിയല്ലോ. സമീറ, ഇതൊക്കെ എടുത്ത് വണ്ടി. അതെ, ഈ ബ്ലാങ്കൂരിൽ നല്ല IAS കിട്ടണമെങ്കിൽ 2.5 കിലോ എനിക്കും വേണം.